ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കല്ലേ. അപ്പോൾ എന്നും എപ്പോഴും അങ്ങനെ തന്നെ ആവണേ പഠിച്ചോനേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ രാവിലത്തെ കുറച്ച് പരിപാടികളും പിന്നെ ഉച്ചക്കത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നല്ലൊരു റെസിപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണി സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങളുടെ മുമ്പിലെത്തും. അപ്പം എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും ആ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കാനും മടിച്ച് നിൽക്കരുത് കേട്ടോ. അപ്പം നമ്മളെ വീഡിയോ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പം നമ്മൾ നോമ്പിന് ഉണ്ടാക്കി വെച്ച പച്ചരി ഉണ്ടായിനിട്ട്, പച്ചരിപ്പൊടി ഉണ്ടായിനി, ഇതുവരെ ഉണ്ടായിനിട്ടാ. അപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ ഇപ്പോൾ ആ പച്ചരിപ്പൊടി കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മളെടുത്ത് പൊടി ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. അതിൻ്റെ അടിയിൽ പിന്നെ ദോശയും ഓട്ടാടിയൊക്കെ അരി അരച്ച് കാണിച്ചു വിടും. പൊടി ഇങ്ങനെ നമ്മളെടുത്ത് ഉണ്ടാകുമ്പോൾ ഒരു സമാധാനമാണല്ലേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സമാധാനം പോയിക്കണേ. അപ്പോൾ പിന്നെ മഴയും പെയ്തില്ലേ, മഴ പെയ്തപ്പോൾ ഇനിയിപ്പോൾ മഴ പിടിക്കാനായിക്കണം. ഇനിയിപ്പോൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിടിക്കൽ തന്നെയാണ് ഈ കാര്യം. അപ്പോൾ പച്ചരിപ്പൊടിയൊന്നും ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോളി. മുളകും മല്ലിയൊക്കെ ഉണ്ടാക്കാണ്ടെങ്കിൽ ഒക്കെ ഉണ്ടാക്കിക്കോളിട്ടാ. ഇനിയിപ്പോൾ ഒരു മഴൻ്റെ ഒരു പിടുത്തം തന്നെയാണ് ഈ കാര്യം. അപ്പോൾ മഴയൊക്കെ പടുത്ത് എത്തി തുടങ്ങിയില്ലേ. ഇതിപ്പോൾ വേനൽ മഴയാണ്, ഇനി പരിസമയ മൺസൂൺ എത്താനായിക്കണ്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഞാൻ മേലെ കൊണ്ടുപോയിട്ടിട്ടാ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മളെ പെരിയിൽ പോയപ്പോൾ നമ്മളമ്മമാരുടെ അടുത്ത് ഞങ്ങളെ മൂച്ചുമല്ലി കുറേ മാങ്ങ ഉണ്ടായിട്ടാ. അപ്പോൾ കുറച്ച് മാങ്ങ കൊണ്ടുവന്നതേനി. അപ്പോൾ അന്നെടുത്ത വീഡിയോ ഇട്ടത്. അപ്പം പിന്നെ ഞങ്ങളുടെ നാട്ടിലെ വീട്ടിലും നല്ല മാങ്ങ ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്നും അങ്ങനെ മാങ്ങയൊന്നുമില്ല, മാങ്ങക്കൊക്കെ ഭയങ്കര പഞ്ചാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു അടിപൊളി കറിയായിട്ട് ഉണ്ടാക്കേണ്ടത്. നമ്മളെ നാട്ടിലെ കറിയല്ല, ഇതൊരു വേറെ നാട്ടിലത്തെ കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, ഇത് ആര് നാട്ടിലുണ്ടാക്കുന്ന കറിയാണെന്ന് കേട്ടോ. അപ്പോൾ ചിലർക്ക് അറിയിക്കാരോ. അപ്പോൾ നമ്മളിത് അതിനെ ഒരു 5-8 ചെറിയ ഉള്ളി അപ്പോൾ ഒന്ന് ചതുക്കിക്കാണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കി. അപ്പോൾ നിങ്ങൾ ആരെ നാട്ടിലത്തെ കറിയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഈ വരലിലിട്ട് ഇടിച്ചാൽ കാണാം അടിക്കൊന്നും തട്ടില്ല. പിന്നെ പാത്രത്തിലൊക്കെ ചിലവരൊക്കെ പാത്രത്തിലിട്ട് കാണ്ട് ഇങ്ങനെ അമ്മിക്കുട്ടി കൊണ്ട് ചതുക്കും. അതാണ് നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഇതിലിട്ടതിൽ എത്ര ആയാലും ചതുങ്ങി വരില്ല. അപ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് അങ്ങോട്ട് കോരി എടുക്കുകയാണ്. ഒരു 5-8 ചെറിയ ഉള്ളി, പിന്നെ ഒരു നല്ലൊരു വലിയ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചിട്ട അതും ഒന്ന് ചതുക്കിയെടുക്കുക. അപ്പോൾ ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ മാങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ മാങ്ങ കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ഉണ്ടാക്കി നോക്കട്ടോ. മാങ്ങയൊക്കെ അതിൻ്റെ കാലത്തല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് നല്ലൊരു മൺചട്ടിയാണ് എടുത്തിക്കേണ്ടത്. അപ്പോൾ അതിന് ഇനി ഒരു വലിയ ഉള്ളി വേണം. അപ്പോൾ അത് അതും ഒന്നുകൊണ്ട് അരിഞ്ഞിടുക. ഒരു ഒറ്റ വലിയ ഉള്ളി ഇട്ടാ, ഒരു 5-8 ചെറിയ ഉള്ളി ഞാൻ ആദ്യം പറഞ്ഞില്ലേ അതും. അപ്പോൾ ഉള്ളി ഉണ്ട് അരിയാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ ഉള്ളിയൊക്കെ എന്തെങ്കിലും അരിയുമ്പോഴൊക്കെ എൻ്റെ കൈമക്കാണ് പാളിച്ചിങ്ങാണ്ട് കത്തി തട്ടാൻ പോവും. കത്തിയാണ് തട്ടിയാൽ മതി. പിന്നെ ചോരോണ്ടൊരു ചോരക്കളിയാണ്. അപ്പോൾ ഈ അരച്ചിക്കാണ്ട് ഞാനിതാ ഈ ഫിംഗർ ഗാർഡ് കൊണ്ടുവന്ന് വെച്ചതാട്ടാ. കൊണ്ടുവന്ന് വെച്ചിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ അരിയുമ്പോഴാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ചില നേരത്തുനിന്നുണ്ട് വെച്ചിട്ട് ഇടാനും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് പുതിയത് കൊണ്ടുവന്ന് വെച്ചാണ്. അപ്പോൾ ഒന്ന് കൈകാണ്ട് നമ്മളൊന്ന് വിരലും ഇട്ട് കേട്ടോ. അത് ഉണ്ടായാൽ പിന്നെ നമ്മൾ തട്ടിടീന് കുറച്ച് ആക്കണ്ടാവും. പക്ഷേ ഓർമ്മ കിട്ടില്ല, ഓർമ്മ ഇല്ലാതെ അരിഞ്ഞു പോകട്ടാ. അപ്പോഴാണ് ഈ കത്തിയാണ് കൈമക്ക് പാളിങ്ങാണ്ട് പിന്നെ ചോരോണ്ട് ഒരു ചോരക്കളിയാണ് ഈ കരം. അപ്പോൾ പിന്നെ അതൊക്കെ നമ്മളുടെ അരിഞ്ഞെടുക്കുകയാണ്. ഒരു വെല്ലുള്ളി ഒന്ന് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ നാട്ടിലത്തെ കറികളൊക്കെ അല്ലേ വെക്കൽ. അപ്പോൾ പല നാട്ടിലത്തെ കറികളൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ അത് പ്രത്യേക ഒരു ടേസ്റ്റും പ്രത്യേക ഒരു ഇതൊക്കെയാണ് ഈ കാര്യം. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് വെച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയിക്കാരോ. അപ്പോൾ ഞാൻ ഈ കട്ടിങ് ബോർഡ് മേലെ തന്നെയാണ് കേട്ടോ അരിയില്ലേ. അങ്ങനെ അരിഞ്ഞത് ഒറ്റ ഉള്ളി ആയപ്പോൾ അങ്ങനെ അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഉള്ളി ഉണ്ട് അരിഞ്ഞ്. അപ്പോൾ ഞാൻ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇടുന്നുണ്ടെന്ന് നോക്കി. അപ്പോൾ ആ ചെറിയ ഉള്ളി ചതുക്കിയത് അതായിക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3-4 ഞാൻ അവിടെ എടുത്ത് വെച്ചിക്കണ്. അതൊന്ന് വറവിടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇതിലേക്ക് ഇടാനുള്ള കേട്ടോ. അപ്പോൾ ആ ഉള്ളിയൊക്കെ ഇട്ട് അപ്പോൾ ആ ഇഞ്ചി ചതുക്കിയത് അതുകൊണ്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 പച്ചമുളകുമാണ് കേട്ടോ. അതൊന്ന് കിറിങ്ങാണ്ട് അതും ഇട്ട് കൊടുക്കുക.
അപ്പോൾ എന്താണെന്നാവും ആരും ലൈക്കൊന്നും ചെയ്യണില്ല. ലൈക്കൊക്കെ ചെയ്തെങ്കിലേ നമ്മളെ വീഡിയോ ഒക്കെ മുന്നിലേക്ക് പോവുള്ളൂ. ലൈക്ക് ചെയ്യാൻ മടിച്ചെന്ന് തോന്നുന്നുണ്ട്. അപ്പം ലൈക്ക് നല്ല വീഡിയോക്ക് ലൈക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിക്ക് ഒരു സ്പൂണ് മഞ്ഞപ്പൊടിയല്ല ഒരു സ്പൂണ് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ലേശം മഞ്ഞപ്പൊടി ഇട്ടിക്കണേ. അപ്പോൾ ഇതാ നമ്മളതിക്ക് സുർക്ക ഒരു ലേശം ഒരു അരക്കയിലിട്ടാ, അത് മസ്റ്റാണ് അതിക്ക്, അത് ഒഴിച്ച് കൊടുക്കണം. പിന്നെ അത്ര പോരെ ഒരു അരക്കയിൽ വെളിച്ചെണ്ണി, പച്ച വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുക്കണം. എന്തൊക്കെ കാട്ടുമ്പോൾ തന്നെ ചിലർക്ക് മനസ്സിലാവും കേട്ടോ, ചിലർക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ അറിയാത്തവരൊന്ന് കണ്ടു നോക്കി. ഇനി ഒരു തിരുമ്മലാട്ടത് ഒന്നായിട്ടുണ്ട് നല്ല തിരുമ്മിയിട്ട് പാകാക്കട്ടെ. അതാട്ടതിൻ്റെ പിന്നെ ഒരു കാര്യം അതാണ് ഈ തിരുമ്മൽ. അപ്പോൾ നമ്മൾ ഇതിക്ക് തേങ്ങാപ്പാലട്ടോ കൂട്ടേണ്ടത്. അത് ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും ഒക്കെ കാണി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. ഒരു നല്ലൊരു മുറി തേങ്ങൻ്റെ പാലാട്ടം എടുത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇത് സെക്കൻഡ് പാലാട്ടാ, രണ്ടാമത്തെ പാലാണ്. അപ്പോൾ അത് ഇതിക്ക് ഒഴിച്ച് കൊടുക്കുക. അവൻ്റെ കൈ കഴിഞ്ഞാണ്ട് അതൊന്ന് അതിക്ക് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. മഴ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേനൽ മഴയാണെന്ന് പറഞ്ഞ് 3-4 ദിവസം കൂടി മഴ ഉണ്ട് എന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം നമുക്ക് ഉണക്കാനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ വെയിൽ അറച്ചണ നേരത്തെ ഉണക്കേണ്ടി വരും. ഇനിയിപ്പോൾ കിട്ടൽ കുറവാണ് ഈ കാരം. അപ്പോൾ നമ്മൾ അത് കൊണ്ടുപോയിക്കാണ്ട് അടുപ്പത്ത് വെച്ചിക്കണേ. അപ്പം ഞായിക്ക് നമ്മൾക്ക് ഒരു മാങ്ങ വേണം കേട്ടോ. അപ്പോൾ ആ മാങ്ങയാണിത് ഞാൻ തോല് ചെത്തിക്കാണ്ട് ഒരു കുറച്ചൊരു ചെനച്ചതാണെങ്കിൽ ഏറ്റവും നല്ലത്. പച്ചല്ലാത്ത പുളി കുറവുള്ളതൊക്കെ ആണെങ്കിൽ നന്നിട്ട് ഞാൻ ഏതായാലും തരക്കടില്ല. അപ്പോൾ പുളി കൂടുതലുള്ളതാണെങ്കിൽ വല്ലാതെ വേവണ്ട, അങ്ങനെ ഇട്ടതിന് വേണ്ടിയത്. അപ്പോൾ ഒരു മാങ്ങ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് മുറിച്ച് വെക്കുക. ഇത് മാങ്ങാക്കറി എന്നിട്ടതിന് പറയലേ. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് മസാല. അപ്പോൾ അതൊന്ന് നല്ല തിളച്ച് അതൊക്കെ ഒന്ന് വേവട്ടെ. ഉള്ളിയും പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റായി വരട്ടെട്ടാ. അതൊന്ന് നല്ലോണം തിളച്ച് വെന്തോട്ടെ. അപ്പോൾ അത് നല്ലോണം തിളച്ച് വെന്തിക്കണം കേട്ടോ. അപ്പം നമ്മൾ ആ മാങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് പിന്നെ വലിയ പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ. നല്ല പുളിയൊക്കെ ഉള്ള മാങ്ങയാണെങ്കിൽ മാങ്ങ ഇടലും അതിൻ്റെ ഒപ്പം തന്നെ പാലും ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു 2 മിനിറ്റ് തിളച്ചോട്ടെ എന്ന് വിചാരിച്ച് അത്ര വേണ്ട ഇതാവില്ല. അതിങ്ങനെ നമുക്ക് തിന്നാനൊക്കെ പറ്റൂട്ടോ. നല്ല പൊടിയുള്ള മാങ്ങയാണ്. അപ്പോൾ മാങ്ങ സീസണല്ല, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. അപ്പോൾ അതാ നമ്മൾ 1-ാം പാലിട്ടത്. ആ 1-ാം പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ പാല് 1-ാം പാല് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇനി ഒരു ചെറുതായിട്ടൊന്ന് തുള്ളാൻ വന്നാൽ മതി. വെള്ളം മുഴുട്ടാ. അപ്പോൾ നമ്മൾ ഒന്നിട്ട് തേങ്ങാപ്പാൽ ഇതാവുമ്പോഴല്ലേ പിന്നെ വേഗം കേട് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് തുള്ളുമ്പോഴത്തേന് നമ്മൾ എടുത്തേക്കാൻ തയ്യാറായി നിൽക്കുകയാണ് കേട്ടോ. ഇനി മൂടിയൊന്നും വെക്കണില്ല. ഈ ചട്ടി വെക്കുമ്പോൾ ഈ അടുപ്പിന് നല്ല പാകാട്ടാ. ചെറുമാതിരി ചട്ടിയൊന്നും അടുപ്പിൽ ഉള്ളിലേക്കാണ് പൊയ്ക്കോളും. അപ്പോൾ ഞാൻ ഒരുവിധം കറിയൊക്കെ ചിലപ്പോൾ അടുപ്പുമ്പോൾ വെക്കുമ്പോൾ ഇതാ വെക്കലിട്ടാ. അപ്പം ചാറൊന്ന് ചെറുതായി തുള്ളിക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കേട്ടാ. അപ്പം ഇനി അതിക്കൊരു താളിപ്പ് വേണം കേട്ടത്. അപ്പം നമ്മളതും കൂടി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പണി കഴിയും. അപ്പോൾ കുറച്ച് കടുകും കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ ഒരു ലേശം ഉലുവിട്ടാ ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നല്ല മൂത്തിൻ്റെ ശേഷം നല്ല മൂത്തുകൊണ്ട് ചോക്കനാവണം കേട്ടോ. അങ്ങോട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒരുവിധം കറിക്കൊക്കെ അതിൻ്റെ ഹൈലൈറ്റ് വറവാണ് കേട്ടോ. ആ വറവ് ശരിയായെങ്കിലേ കറിയുണ്ട് പൂർണ്ണമാവുള്ളൂ. അപ്പോൾ അതൊക്കെ നല്ല മൂത്ത് വന്നിക്കണേ. അപ്പോൾ നമ്മളമ്മ ചായ ചൂടാക്കി കുടിച്ചാൻ വേണ്ടിയിട്ട് രാവിലത്തെ ചായ ഉണ്ടെങ്കിൽ അപ്പോൾ അത് ചൂടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നുകാണ്ട് അത് അപ്പുറത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറിമക്ക് ഇങ്ങനെ നോക്കണുണ്ട്. അപ്പോൾ നമ്മൾ ആ വറവൊക്കെ ഉണ്ട് റെഡി ആക്കണേ. അപ്പോൾ നമ്മൾ ഇതിൽ കൊണ്ട് ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റിയായ കറിയാണ്. മാങ്ങാക്കാലല്ലേ, ഒന്നും ഉണ്ടാക്കി നോക്കണ്ടേ. ഈ ഹോട്ടലത്തെ കറിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടും കേട്ടോ. ഹോട്ടലത്തെ കറി എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല. ഇവിടെ എല്ലാവർക്കും ഹോട്ടലത്തെ കറി ഇഷ്ടമാട്ടാ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോറ് വയ്ക്കേണ്ടതൊന്നും അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിത് പിറ്റേന്ന് നമ്മളെ അരിപ്പൊടി
പൊടിച്ച് കൊണ്ടുവന്നാട്ടാ. അപ്പോൾ ഒന്ന് പാത്രത്തേക്ക് ഇടേണ്ടത് കാണിച്ചു തരാണ്. അപ്പോൾ നമ്മൾ ടിന്നിക്ക് ഉണ്ടാക്കി വെക്കുക കേട്ടോ. അപ്പോൾ അരിപ്പൊടിയൊക്കെ കൊണ്ട് ആയാൽ പിന്നെ നമുക്കൊരു സമാധാനമാണല്ലോ. അപ്പം ചെയ്യണോൽ ചെയ്തോട്ടെ വെച്ചിട്ട് ഓർമ്മയാകാൻ വേണ്ടിയിട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ മഴയൊക്കെ പിടിച്ചാൻ പോവില്ലേ, മഴ ഇതിൻ്റെ ദിവസം അള്ളാ അത് എടുത്തില്ലല്ലോ എന്ന് തോന്നണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കാണിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ പൊടിയൊക്കെ പാത്രത്തിലാക്കുകയാണ് കേട്ടോ. മാഷാ അല്ലാ. അപ്പം നമ്മളെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഇട്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളെ അഭിപ്രായങ്ങൾ പോസിറ്റീവായാലും നെഗറ്റീവായാലും കമൻറ്റിൽ കൂടി അറിയിക്കാനും മറക്കരുത്. അത് കാണിപ്പം വേഗം വേണ്ടിയത് ഇന്നിടാനുള്ളതാണ്. അപ്പം എന്നാൽ നമ്മളെ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിക്കണേ. അപ്പം ഉറവോടൊക്കെ ബക്കറ്റ് കണിച്ച് തരുമ്പോഴേ പിന്നെ പൊടി പാറാനോ ഒന്നിനും സമയം ഉണ്ടാവില്ല കേട്ടോ. നല്ല ഇതിലുണ്ട് ആയി കിട്ടും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.